ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിന്നുള്ള 50 ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് എത്ര ശീർഷകങ്ങൾ ഉണ്ട്? എ 3, ബി 4, സി 5, ഡി 6. ഉത്തരം ഡി 6. ചോദ്യം 2. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം ആരംഭിക്കുന്ന വാക്യമേത്? എ ഒലിവുമലയിലേക്ക് പോയി, ബി അവൻ അവനോട് പറഞ്ഞു, സി അതിരാവിലെ അവൻ വീണ്ടും, ഡി നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഉത്തരം എ യേശു ഒലിവുമലയിലേക്ക് പോയി. ചോദ്യം 3. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ആരാണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തിയത്? എ പുരോഹിതരും ഫരിസേയരും, ബി നിയമജ്ഞരും പുരോഹിത പ്രമുഖരും, സി നിയമജ്ഞരും ഫരിസേയരും, ഡി സദുക്കായരും ഫരിസേയരും. ഉത്തരം സി നിയമജ്ഞരും ഫരിസേയരും. ചോദ്യം 4. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയുള്ളവരെ? എ മോശയുടെ നിയമം ലംഘിക്കുന്നവരെ, ബി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ, സി കൊലപാതകത്തിൽ പിടിക്കപ്പെട്ടവരെ, ഡി മോഷണത്തിൽ പിടിക്കപ്പെട്ടവരെ. ഉത്തരം ബി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ. ചോദ്യം 5. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. യോഹന്നാൻ 8:3 പഴയ നിയമത്തിൽ എവിടെയാണ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്? എ ലേവ്യ 20:10, നിയമാവർത്തനം 22:22, നിയമാവർത്തനം 22:24. ബി ലേവ്യർ 20:10, നിയമാവർത്തനം 22:23, നിയമാവർത്തനം 22:22. സി ലേവ്യർ 20:10, നിയമാവർത്തനം 22:22, നിയമാവർത്തനം 22:23. ഡി ലേവ്യർ 20:10, നിയമാവർത്തനം 22:22, നിയമാവർത്തനം 23:22. ഉത്തരം സി ലേവ്യർ 20:10, നിയമാവർത്തനം 22:22, നിയമാവർത്തനം 22:23. ചോദ്യം 6. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തിയതിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു? എ യേശുവിൽ കുറ്റം കണ്ടുപിടിക്കുന്നതിന്, ബി യേശുവിൻ്റെ നിയമബോധം പരീക്ഷിക്കുന്നതിന്, സി സ്ത്രീയെ മരണശിക്ഷയ്ക്ക് വിധിക്കാൻ, ഡി ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ. ഉത്തരം എ യേശുവിൽ കുറ്റം കണ്ടുപിടിക്കുന്നതിന്. ചോദ്യം 7. ഏത് പശ്ചാത്തലത്തിലാണ് യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നത്? എ തീരുമാനമെടുക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ, ബി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ വിധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ, സി എന്തു മറുപടി പറയണം എന്നറിയാത്ത പശ്ചാത്തലത്തിൽ, ഡി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക എന്ന അർത്ഥത്തിൽ. ഉത്തരം ബി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ വിധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ. ചോദ്യം 8. നിയമജ്ഞരും ഫരിസേയരും എന്ത് ചെയ്തപ്പോഴാണ് യേശു നിവർന്ന് അവരോട് പറഞ്ഞത്, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന്? എ അവരുടെ ചോദ്യം അസ്വസ്ഥതപ്പെടുത്തിയതുകൊണ്ട്, ബി ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ, സി യേശുവിനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ, ഡി യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ. ഉത്തരം ബി ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ. ചോദ്യം 9. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ആദ്യം കല്ലെറിയേണ്ടത് ആരെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ നിങ്ങളിൽ നിയമം പാലിക്കുന്നവർ, ബി നിങ്ങളിൽ പ്രായം കൂടിയ ആൾ, സി നിങ്ങളിൽ ദൃക്സാക്ഷികളായവർ, ഡി നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ. ഉത്തരം ഡി നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ. ചോദ്യം 10. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യേശുവിനോട് പറഞ്ഞ മറുപടി എന്താണ്? എ ഇല്ല കർത്താവേ, ബി എൻ്റെ കർത്താവേ, സി എൻ്റെ ദൈവമേ,
ഡി ഇല്ല, അവർ പോയി. ഉത്തരം എ ഇല്ല കർത്താവേ. ചോദ്യം 11. സമാന വാക്യം ഏത്? യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. എ യോഹന്നാൻ 14:5, ബി യോഹന്നാൻ 4:16, സി യോഹന്നാൻ 5:14, ഡി യോഹന്നാൻ 5:24. ഉത്തരം സി യോഹന്നാൻ 5:14. ചോദ്യം 12. യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പ്രസ്താവിക്കുന്ന പഴയ നിയമ വാക്യമേത്? എ ഏശയ്യ 46:6, ബി ഏശയ്യ 39:6, സി ഏശയ്യ 46:9, ഡി ഏശയ്യ 49:6. ഉത്തരം ഡി ഏശയ്യ 49:6. ചോദ്യം 13. ആരാണ് ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ലെന്നും അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും എന്നും യേശു അരുളി ചെയ്തത്? എ മോശയുടെ നിയമം പാലിക്കുന്നവർ, ബി സത്യത്തിൽ ജീവിക്കുന്നവൻ, സി വിശുദ്ധിയിൽ ജീവിക്കുന്നവർ, ഡി എന്നെ അനുഗമിക്കുന്നവർ. ഉത്തരം ഡി എന്നെ അനുഗമിക്കുന്നവൻ. ചോദ്യം 14. നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യോഹന്നാൻ 8:13. ഇത് ആരുടെ വാക്കുകൾ? എ ഫരിസേയരുടെ, ബി നിയമജ്ഞരുടെ, സി യഹൂദരുടെ, ഡി സദുക്കായരുടെ. ഉത്തരം എ ഫരിസേയരുടെ. ചോദ്യം 15. ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ് എന്നതിന് യേശു പറയുന്ന കാരണം എന്താണ്? എ യോഹന്നാൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയതുകൊണ്ട്, ബി നിയമത്തിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതുകൊണ്ട്, സി എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും തനിക്കറിയാവുന്നതുകൊണ്ട്, ഡി താൻ നിയമം അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട്. ഉത്തരം സി എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും തനിക്കറിയാവുന്നതുകൊണ്ട്. ചോദ്യം 16. ഫരിസേയരുടെ വിധിയുടെ പ്രത്യേകത എന്തെന്നാണ് യേശു യോഹന്നാൻ 8:15 പറയുന്നത്? എ വിധിയിൽ സത്യമില്ല, ബി വിധി മാനുഷികമാണ്, സി വിധി ദൈവികമല്ല, ഡി വിധി നിയമാനുസൃതമല്ല. ഉത്തരം ബി വിധി മാനുഷികമാണ്. ചോദ്യം 17. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. യോഹന്നാൻ 8:16 എന്ന പ്രസ്താവനയ്ക്ക് കാരണമായി യേശു പറയുന്നത് എന്താണ്? എ ഞാൻ നിയമമനുസരിച്ച് വിധിക്കുന്നതുകൊണ്ട്, ബി ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്, സി നിയമത്തിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതുകൊണ്ട്, ഡി എൻ്റെ വിധി നീതിപൂർവകമായതുകൊണ്ട്. ഉത്തരം ബി ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. ചോദ്യം 18. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. യോഹന്നാൻ 8:17. പഴയ നിയമത്തിൽ എവിടെയാണ് ഇത് എഴുതിയിരിക്കുന്നത്? എ നിയമാവർത്തനം 19:15, നിയമാവർത്തനം 17:6, ബി നിയമാവർത്തനം 19:15, നിയമാവർത്തനം 16:7, സി നിയമാവർത്തനം 15:19, നിയമാവർത്തനം 17:6, ഡി നിയമാവർത്തനം 19:15, നിയമാവർത്തനം 6:17. ഉത്തരം എ നിയമാവർത്തനം 19:15, നിയമാവർത്തനം 17:6. ചോദ്യം 19. തന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന 2 വ്യക്തികൾ ആരൊക്കെയെന്നാണ് യേശു യോഹന്നാൻ 8:18 അവകാശപ്പെടുന്നത്? എ ഞാനും യോഹന്നാനും, ബി യോഹന്നാനും എന്നെ അയച്ച പിതാവും, സി മോശയും എന്നെ അയച്ച പിതാവും, ഡി ഞാനും എന്നെ അയച്ച പിതാവും. ഉത്തരം ഡി ഞാനും എന്നെ അയച്ച പിതാവും. ചോദ്യം 20. എന്ത് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പിതാവിനെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു എന്നാണ് യേശു പറയുന്നത്? എ നിയമം പഠിച്ചിരുന്നുവെങ്കിൽ, ബി യോഹന്നാനെ വിശ്വസിച്ചിരുന്നെങ്കിൽ, സി എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഡി നീതിയോടെ ജീവിച്ചിരുന്നെങ്കിൽ. ഉത്തരം സി എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ. ചോദ്യം 21.
താൻ സാക്ഷ്യം വഹിക്കുന്നതിനും വിധിക്കുന്നതിനും പിന്നിൽ പ്രവർത്തിക്കുന്നത് പിതാവാണെന്ന് യേശു പഠിപ്പിച്ചത് എവിടെ വെച്ചാണ്? എ. കഫർനാമിൽ വെച്ച്, ബി. ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത്, സി. സിനഗോഗിൽ, ഡി. ദേവാലയ അങ്കണത്തിൽ. ഉത്തരം ബി. ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത്. ചോദ്യം 22. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന വചനത്തിൽ എവിടേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് യേശു ഉദ്ദേശിക്കുന്നത്? എ. സമരിയായിലേക്ക്, ബി. കഫർനാമിലേക്ക്, സി. നസ്രത്തിലേക്ക്, ഡി. പിതാവിൻ്റെ പക്കലേക്ക്. ഉത്തരം ഡി. പിതാവിൻ്റെ പക്കലേക്ക്. ചോദ്യം 23. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന യേശുവിൻ്റെ പ്രസ്താവനയെ യഹൂദർ ദുർവ്യാഖ്യാനിച്ചത് എപ്രകാരമാണ്? എ. അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ, ബി. അവൻ ഒളിച്ചോടുമോ, സി. അവൻ സീസറിൻ്റെ അടുത്തേക്ക് പോകുമോ, ഡി. അവൻ ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുമോ. ഉത്തരം എ. അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ. ചോദ്യം 24 പൂരിപ്പിക്കുക. അവൻ പറഞ്ഞു, നിങ്ങൾ ഡാഷ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ്, ഞാൻ ഡാഷ്. എ. അബ്രാഹത്തിൻ്റെ മക്കളാണ്, ഈ ലോകത്തിൻ്റേതല്ല. ബി. താഴെ നിന്നുള്ളവരാണ്, ഉന്നതത്തിൽ നിന്നുള്ളവനാണ്. സി. താഴെ നിന്നുള്ളവരാണ്, ഈ ലോകത്തിൻ്റേതല്ല. ഡി. മോശയെ അനുഗമിക്കുന്നവരാണ്, ലോകത്തിൻ്റേതല്ല. ഉത്തരം സി. താഴെ നിന്നുള്ളവരാണ്, ഈ ലോകത്തിൻ്റേതല്ല. ചോദ്യം 25. എന്ത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്നാണ് യേശു യോഹന്നാൻ 8:24 പ്രഖ്യാപിക്കുന്നത്? എ. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, ബി. സ്നാനം സ്വീകരിക്കുന്നില്ലെങ്കിൽ, സി. പാപമോചനം നേടുന്നില്ലെങ്കിൽ, ഡി. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ. ഉത്തരം ഡി. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ. ചോദ്യം 26. യോഹന്നാൻ 8:25 പ്രകാരം നീ ആരാണ് എന്ന യഹൂദരുടെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി എന്താണ്? എ. ഞാൻ ആകുന്നവൻ ആകുന്നു, ബി. ഞാൻ വഴിയും സത്യവും ആകുന്നു, സി. ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ, ഡി. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ഉത്തരം സി. ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. ചോദ്യം 27. എവിടെ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ. പിതാവിൻ്റെ അധരത്തിൽ നിന്ന്, ബി. പിതാവിൻ്റെ നാവിൽ നിന്ന്, സി. അത്യുന്നതൻ്റെ അധരത്തിൽ നിന്ന്, ഡി. പിതാവിൻ്റെ ജ്ഞാനത്തിൽ നിന്ന്. ഉത്തരം എ. പിതാവിൻ്റെ അധരത്തിൽ നിന്ന്. ചോദ്യം 28. പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. യോഹന്നാൻ 8:27. ഇവിടെ പ്രസ്താവിക്കുന്ന അവൻ ആര്, അവർ ആര്? എ. യേശു യഹൂദർ, ബി. യേശു ഫരിസയർ, സി. യേശു നിയമജ്ഞർ, ഡി. യോഹന്നാൻ യഹൂദർ. ഉത്തരം എ. യേശു യഹൂദർ. ചോദ്യം 29. യേശു പറഞ്ഞു, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. യോഹന്നാൻ 8:25. ഗ്രീക്ക് മൂലകൃതി പ്രകാരം ഇതിൻ്റെ മറ്റൊരു വിവർത്തനം എന്ത്? എ. ആദ്യം മുതലേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ, ബി. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ എന്തിന്, സി. ഞാൻ നിങ്ങളോട് മറുപടി പറയുന്നത് എന്തിന്, ഡി. നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഉത്തരം ബി. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ എന്തിന്. ചോദ്യം 30. നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ യോഹന്നാൻ 8:28 എന്ന വചനത്തിലൂടെ യേശു എന്താണ് അർത്ഥമാക്കുന്നത്? എ. തൻ്റെ സ്ഥാനാരോഹണം, ബി. തൻ്റെ രാജത്വം, സി. തൻ്റെ മഹത്വം, ഡി. തൻ്റെ കുരിശുമരണം. ഉത്തരം ഡി. തൻ്റെ കുരിശുമരണം. ചോദ്യം 31. സമാന വാക്യം ഏത്? നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എ. യോഹന്നാൻ 3:15-14,
ബി യോഹന്നാൻ 3:14-15, സി യോഹന്നാൻ 13:14-15, ഡി യോഹന്നാൻ 13:15-14. ഉത്തരം ബി യോഹന്നാൻ 3:14-15. ചോദ്യം 32. എന്ത് ചെയ്തെങ്കിലാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാവുക എന്നാണ് യേശു തന്നിൽ വിശ്വസിച്ച യഹൂദരോട് പറഞ്ഞത്? എ എൻ്റെ കൽപ്പനയിൽ നിലനിൽക്കുമെങ്കിൽ, ബി മോശയുടെ നിയമത്തിൽ നിലനിൽക്കുമെങ്കിൽ, സി എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ, ഡി എൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ. ഉത്തരം സി എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ. ചോദ്യം 33. സത്യം നിങ്ങളിൽ എന്ത് മാറ്റം വരുത്തും എന്നാണ് യേശു പറയുന്നത്? എ നിത്യജീവിതത്തിലേക്ക് നയിക്കും, ബി സത്യം നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കും, സി സത്യം നിങ്ങളെ ജീവനിലേക്ക് നയിക്കും, ഡി സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഉത്തരം ഡി സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ചോദ്യം 34. തങ്ങൾ ആരുടെ സന്തതികളാണെന്നാണ് യഹൂദർ അവകാശപ്പെട്ടത്? എ ദാവീദിൻ്റെ, ബി മോശയുടെ, സി അബ്രാഹത്തിൻ്റെ, ഡി ദൈവത്തിൻ്റെ. ഉത്തരം സി അബ്രാഹത്തിൻ്റെ. ചോദ്യം 35. യേശു അർത്ഥമാക്കുന്ന അടിമത്തവും സ്വാതന്ത്ര്യവും എന്താണ്? എ പാപത്തിൻ്റെ അടിമത്തവും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും, ബി പാപത്തിൻ്റെ അടിമത്തവും നിയമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും, സി നിയമത്തിൻ്റെ അടിമത്തവും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും, ഡി പാപത്തിൻ്റെ അടിമത്തവും മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും. ഉത്തരം എ പാപത്തിൻ്റെ അടിമത്തവും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും. ചോദ്യം 36. ഭവനത്തിൽ വസിക്കാത്തവൻ ആരെന്നും വസിക്കുന്നവൻ ആരെന്നും ആണെന്നാണ് യോഹന്നാൻ 8:35 പറയുന്നത്? ഉത്തരം എ ഭൃത്യൻ വസിക്കുന്നില്ല, പുത്രൻ വസിക്കുന്നു, ബി പാപി വസിക്കുന്നില്ല, പുത്രൻ വസിക്കുന്നു, സി അടിമ വസിക്കുന്നില്ല, സഹോദരൻ വസിക്കുന്നു, ഡി അടിമ വസിക്കുന്നില്ല, പുത്രൻ വസിക്കുന്നു. ഉത്തരം ഡി അടിമ വസിക്കുന്നില്ല, പുത്രൻ വസിക്കുന്നു. ചോദ്യം 37. നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നതിൻ്റെ കാരണം എന്തെന്നാണ് യേശു പറയുന്നത്? എ നിങ്ങൾ മോശയിൽ വിശ്വസിക്കുന്നില്ല, ബി എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല, സി നിങ്ങൾ യോഹന്നാനിൽ വിശ്വസിക്കുന്നില്ല, ഡി നിങ്ങൾ പ്രവാചകരിൽ വിശ്വസിക്കുന്നില്ല. ഉത്തരം ബി എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. ചോദ്യം 38. നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് യേശു പറയുന്നത്? എ അബ്രാഹത്തിൻ്റെ പ്രവൃത്തികൾ, ബി എന്നിൽ വിശ്വസിക്കുമായിരുന്നു, സി നിയമം പാലിക്കുമായിരുന്നു, ഡി എൻ്റെ വചനം പാലിക്കുമായിരുന്നു. ഉത്തരം എ അബ്രാഹത്തിൻ്റെ പ്രവൃത്തികൾ. ചോദ്യം 39. യോഹന്നാൻ 8:44 യേശു പിശാചിന് നൽകാത്ത ഒരു വിശേഷണമെന്ത്? എ കൊലപാതകിയാണ്, ബി സത്യത്തിൽ നിലനിന്നിട്ടില്ല, സി നുണയുടെ പിതാവുമാണ്, ഡി വഞ്ചകനാണ്. ഉത്തരം ഡി വഞ്ചകനാണ്. ചോദ്യം 40. നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തതിൻ്റെ കാരണം എന്തെന്നാണ് യേശു പറയുന്നത്? എ പാപികളായതുകൊണ്ട്, ബി നിങ്ങൾ നിങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നതുകൊണ്ട്, സി സത്യം പറയുന്നതുകൊണ്ട്, ഡി സത്യം അറിയാത്തതുകൊണ്ട്. ഉത്തരം സി സത്യം പറയുന്നതുകൊണ്ട്. ചോദ്യം 41. യോഹന്നാൻ 8:48 യഹൂദർ യേശുവിന് നൽകുന്ന 2 വിശേഷണങ്ങൾ ഏതൊക്കെയാണ്? എ സമരിയാക്കാരൻ തച്ചൻ്റെ മകൻ, ബി സമരിയാക്കാരൻ പിശാച് ബാധിതൻ, സി നസ്രായൻ പിശാച് ബാധിതൻ, ഡി സമരിയാക്കാരൻ നിയമലംഘകൻ. ഉത്തരം ബി സമരിയാക്കാരൻ പിശാച് ബാധിതൻ. ചോദ്യം 42. എന്തു പറഞ്ഞപ്പോഴാണ് യേശുവിനെ എറിയാൻ യഹൂദർ കല്ലുകൾ എടുത്തത്?
എ ദൈവം തൻ്റെ പിതാവാകുന്നു എന്ന് പറഞ്ഞപ്പോൾ, ബി സോളമനേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞപ്പോൾ, സി ജാരസന്തതികളാണ് എന്ന് പറഞ്ഞപ്പോൾ, ഡി അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ. ഉത്തരം ഡി അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ. ചോദ്യം 43. യോഹന്നാൻ 8-ാം അധ്യായത്തിൻ്റെ അവസാന ശീർഷകം എന്ത്? എ അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട്, ബി പിടിക്കപ്പെട്ട വ്യഭിചാരിണി, സി യേശു ലോകത്തിൻ്റെ പ്രകാശം, ഡി യഹൂദർക്ക് മുന്നറിയിപ്പ്. ഉത്തരം എ അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട്. ചോദ്യം 44. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 57, ബി 58, സി 59, ഡി 48. ഉത്തരം സി 59. ചോദ്യം 45 പൂരിപ്പിക്കുക. യേശു പറഞ്ഞു, എനിക്ക് പിശാചില്ല, ഞാൻ എൻ്റെ പിതാവിനെ ഡാഷ്, നിങ്ങളാകട്ടെ എന്നെ ഡാഷ്. എ ആരാധിക്കുന്നു അപമാനിക്കുന്നു, ബി ബഹുമാനിക്കുന്നു അപമാനിക്കുന്നു, സി ബഹുമാനിക്കുന്നു പരിഹസിക്കുന്നു, ഡി സ്നേഹിക്കുന്നു അപമാനിക്കുന്നു. ഉത്തരം ബി ബഹുമാനിക്കുന്നു അപമാനിക്കുന്നു. ചോദ്യം 46. എന്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷയിലാണ് പിതാവായ അബ്രാഹം ആനന്ദിച്ചത് എന്നാണ് യേശു പറയുന്നത്? എ നിത്യജീവിതത്തെക്കുറിച്ചുള്ള, ബി വാർദ്ധക്യത്തിൽ ഒരു പുത്രൻ ജനിക്കും എന്നുള്ള, സി ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള, ഡി യേശുവിൻ്റെ ദിവസം കാണാം. ഉത്തരം ഡി യേശുവിൻ്റെ ദിവസം കാണാം. ചോദ്യം 47. നിനക്ക് ഇനിയും എത്ര വയസ്സ് ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യഹൂദർ യേശുവിനെ പരിഹസിച്ചത്? എ 40, ബി 60, സി 50, ഡി 100. ഉത്തരം സി 50. ചോദ്യം 48. അധ്യായവും വാക്യവും ഏത്? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. എ യോഹന്നാൻ 5:8, ബി യോഹന്നാൻ 8:15, സി യോഹന്നാൻ 8:41, ഡി യോഹന്നാൻ 8:51. ഉത്തരം ഡി യോഹന്നാൻ 8:51. ചോദ്യം 49. അധ്യായവും വാക്യവും ഏത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. എ യോഹന്നാൻ 8:44, ബി യോഹന്നാൻ 8:24, സി യോഹന്നാൻ 8:34, ഡി യോഹന്നാൻ 8:43. ഉത്തരം സി യോഹന്നാൻ 8:34. ചോദ്യം 50. അധ്യായവും വാക്യവും ഏത്? അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. എ യോഹന്നാൻ 8:6, ബി യോഹന്നാൻ 8:7, സി യോഹന്നാൻ 8:8, ഡി യോഹന്നാൻ 8:9. ഉത്തരം ബി യോഹന്നാൻ 8:7. ഈ സെറ്റിലെ അവസാന ചോദ്യം, ചോദ്യം 51. വചനം എഴുതുക. യോഹന്നാൻ 8:32. ഉത്തരം നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓൾ ദ ബെസ്റ്റ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.